എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ പാകിസ്ഥാൻ മൾബറിയുടെ അടുത്താണ്. അപ്പൊ 3 വർഷം മുമ്പാണ് ഞാനൊരു ചെറിയ തൈ നഴ്സറിന്ന് മേടിച്ച് നട്ടത്. അപ്പൊ നട്ട് ആദ്യമൊന്നും ഇത് കായ ഉണ്ടാവൂലായിരുന്നു. പിന്നെ ഞാനിത് പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോ നിറച്ച് കായ ആയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ മൊത്തത്തിൽ ഇതിന്റെ കമ്പ് മൊത്തം ഇവിടെ വെച്ച് വെട്ടിക്കളഞ്ഞതായിരുന്നു. കണ്ട, ഇവിടെ വെച്ച് ഫുള്ളി കുറ്റി മാത്രമാക്കി നിർത്തിയതായിരുന്നു. ഈ കഴിഞ്ഞ വർഷം കൊണ്ട് ഈ മരം മൊത്തം അങ്ങോട്ട് വളർന്നിട്ട് നിറച്ച് കായാണ് ഇപ്പൊ. അപ്പൊ മൾബറിയിൽ തന്നെ ഏറ്റവും മധുരമുള്ളതും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഇത്. കാരണം ഇതിന് പഴുത്ത് കഴിഞ്ഞാൽ ഇത് ഈ കളറായിരിക്കുള്ളൂ. ഇതൊക്കെ പഴുത്തെടുക്കണ കായകളാണ്. പഴുത്ത് കഴിഞ്ഞാൽ ഈ കളറായിരിക്കുള്ളൂ, ഇളം മഞ്ഞ കളറായിരിക്കുള്ളൂ, പച്ചന് ഈ കളറായിരിക്കുള്ളൂ. കണ്ട, ഇത് ഒക്കെ പഴുത്ത ഫ്രൂട്ടാണ്. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര മധുരവുമാണ് ഈ ഫ്രൂട്ടിന്. അപ്പൊ ഇതിന് നീളം കുറവായിരിക്കുള്ളൂ, പക്ഷെ ഏറ്റവും നല്ലൊരു മൾബറിയുടെ വെറൈറ്റിയാണ് ഇത്. അപ്പൊ ഓരോ ഇലകളുടെ ഇടയിലും നിറച്ച് കായാണ്. കണ്ട, കൊല കുത്തിയാണ് ഇത് കായ ഉണ്ടായേക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഒരുപാട് ആളുകളാണ് എന്നെ വിളിക്കണത് മൾബറി വെക്കാനായിട്ട്. ഏറ്റവും നല്ല മൾബറി ഏതാണ്, ഏറ്റവും മധുരമുള്ളത് ഏതാന്ന്. അപ്പൊ ഏറ്റവും മധുരമുള്ളത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൾബറി തന്നെയാണ്. ഈ മഞ്ഞ നിറത്തിൽ പഴുത്താല് മഞ്ഞ നിറത്തിലുള്ള മൾബറി തന്നെയാണ് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇഷ്ടം പോലെ കൊലകുത്തി കായ്ക്കണ ടൈപ്പാണ്. അപ്പൊ നമ്മുടെ വീട്ടില് വെക്കാൻ പറ്റിയ മൾബറി ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിന്റെ കണ്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ എപ്പോഴും പ്രൂൺ ചെയ്ത് നിർത്തണം. പ്രൂൺ ചെയ്ത് നിർത്തിയില്ല എങ്കിൽ ഇതേപോലെ മരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പഴുക്കണത് നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. ഇതും ഇപ്പൊ നിറച്ചും കായാണ്, പക്ഷെ നമുക്കിത് പൊട്ടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതാണ് നമ്മ മൾബറിയൊക്കെ എപ്പോഴും പ്രൂൺ ചെയ്ത് നിർത്തണം എന്ന് പറയണത്. എന്നാലാ ഇത് 3 വർഷമായിട്ടുള്ളൂ ഞാൻ ഈ താഴെയാണ് നട്ടേക്കണത്. നമ്മ വർഷത്തിൽ 3 പ്രാവശ്യം ഇതിന് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ വേനൽക്കാലത്ത് നമ്മ നനച്ചും കൊടുക്കാറുണ്ട്. അത്ര മാത്രമൊക്കെ ചെയ്യാറുള്ളൂ. വലിയ പരിചരണങ്ങളൊന്നും വേണ്ട. അപ്പൊ മൾബറി എന്ന് പറഞ്ഞാല് ഇന്ന് എല്ലാവർക്കും അറിയാലോ, മൾബറിയുടെ ഇലയൊക്കെ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. നമുക്ക് തോരൻ വെച്ച് കഴിക്കാനൊക്കെ നല്ലതാണ് മൾബറിയുടെ ഇല ഒക്കെ. അപ്പൊ നമുക്ക് മൾബറി വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇലയൊക്കെ തോരൻ വെച്ച് ഉപയോഗിക്കുകയും ചെയ്യാം, നമുക്ക് ഫ്രൂട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പൊ ഇതിന്റെ കൊമ്പ് ഞങ്ങളുടെ മതിലും കഴിഞ്ഞ അപ്പുറത്തേക്ക് കണ്ട ചാനയെടുക്കണ ഒരു കൊമ്പ് നിറച്ചാണ് കായ്ച്ചെടുക്കണത്. കണ്ട, അപ്പം ഇഷ്ടം പോലെന്ന് പറഞ്ഞാല് ഓരോ കൊമ്പ് വന്നിട്ടും ആ ഇലകളുടെ ഇടയിലൊക്കെ മൾബറിയാണ് കായ്ച്ചെടുക്കണത്. അത്യാവശ്യം നീളവും ഉണ്ടട്ടാ. എല്ലാനും ഇത് പലതരത്തിലാണ് ഇതില് മൾബറിയുടെ ഫ്രൂട്ട് ഉണ്ടായേക്കണത്. ചിലതിന് അല്പം നീളം കൂടുതലുണ്ട്, ചില ചെറുതാണ്. അങ്ങനെയൊക്കെ പല തരത്തിലാണ് ഈ മൾബറി കായ്ക്കണത്. അപ്പം പഴുത്ത് കഴിഞ്ഞാൽ നമ്മ അറിയണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇളം ഒരു മഞ്ഞ കളറ് വരും ഈ ഫ്രൂട്ടിന്. ഉണ്ടായി വരുമ്പോ തന്നെ പച്ച കളറാണ്. കണ്ട, അപ്പം നമുക്കിത് നഴ്സറിന്നൊക്കെ നമുക്ക് മഞ്ഞ നിറത്തില് പഴുത്ത കഴിഞ്ഞാൽ മഞ്ഞ നിറത്തില് പഴുക്കണ മൾബറി നിങ്ങൾ ചോദിച്ച് മേടിച്ചാൽ മതി. കാരണം നമ്മുടെ വീട്ടില് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഫ്രൂട്ട് മൾബറിയുടെ ഫ്രൂട്ടിന്റെ ഇനം ഇത് തന്നെയാണ്. മതിലിന്റെ മോളിൽ കയറിയപ്പോഴാണ് ഇത് ഒരുപാടാണ് കണ്ട ഉണ്ടായേക്കണത്. അപ്പൊ ഇതിന്റെ ഇല വളർച്ച ഈ വലിയ ഇല വളർച്ച കുറവാണ് മുകളിലോട്ട് പോകുന്തോറും. കണ്ട, ഈ ഇല വളർച്ച കുറയുമ്പോഴാണ് കായ നന്നായിട്ട് ഉണ്ടാകണ. കണ്ട, ഇല കൂടുതൽ തിങ്ങി നിന്ന് കഴിഞ്ഞാല് കായ ഉണ്ടാകൂല. അപ്പൊ നമുക്ക് ഇലകളൊക്കെ കളഞ്ഞു കൊടുക്കണം. മൾബറിക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊമ്പുമലത്തെ ഇലകളൊക്കെ കളഞ്ഞു കൊടുത്താലാണ് ഇത് നന്നായിട്ട് കായ്ക്കണത്. അപ്പൊ നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാല് നമുക്ക് ഇല കളയാനൊക്കെ നല്ല എളുപ്പമാണല്ല. അപ്പൊ ഈ കമ്പുമലി ഇങ്ങനെ ചെറിയ ഈ ചെനപ്പുകൾ വരുമല്ലോ, ആ ചെനപ്പുകളിലൊക്കെ ഫുള്ള് മൾബറി ആയിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഡ്രമ്മിലും ബക്കറ്റിലൊക്കെ വളർത്തുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള മൾബറിയുടെ ഫ്രൂട്ട് ഇഷ്ടം പോലെ നമുക്ക് പറിച്ചെടുക്കാം. അപ്പൊ ഇതാണ് പാകിസ്ഥാൻ മൾബറിയുടെ പഴുത്ത ഫ്രൂട്ട്. കണ്ട, ഇതേപോലെയാണ് ഇരിക്കണത്. അപ്പൊ അത്യാവശ്യം നല്ല നീളമുള്ളതും ചെറുതുമായ പഴങ്ങളാണ് ഇതുപോലെ ഉണ്ടാകണ. കണ്ട, നമ്മ തൊടുമ്പത്തിനും നമ്മുടെ കയ്യിലോട്ട് പോരും പഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല്. ഇങ്ങനെയാണ് ഇത് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ നല്ല മധുരമാണ്. നമുക്കിപ്പോ നോമ്പായാലും നമുക്ക് കഴിച്ചു കാണിക്കാനൊന്നും പറ്റില്ലല്ലോ. നല്ല മധുരമാണ് ഫ്രൂട്ടിന്. അപ്പൊ നമ്മുടെ വീട്ടില് വച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു മൾബറിയുടെ വെറൈറ്റിയാണിത്. അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ മൾബറി നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം. എല്ലാവർക്കും നഴ്സറി ചെന്ന് കഴിഞ്ഞാൽ തൈകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. നമുക്ക് ബക്കറ്റിലോ ഡ്രമ്മിലോ ഒക്കെ വെക്കണമെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്തി നമ്മുടെ ആവശ്യത്തിന് ഫ്രൂട്ടൊക്കെ പറിച്ചെടുക്കാം.
താഴെ സ്ഥലമുള്ളവർക്ക് താഴെ നട്ടുകൊടുത്തിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മതി. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൾബറിക്ക് പ്രൂണിങ് അത്യാവശ്യമാണ്. നമുക്ക് ഒന്നിച്ച് പഴുക്കണ ഒരു ഫ്രൂട്ട് അല്ല, നമുക്ക് മുകളിൽ ഉണ്ടായി കഴിഞ്ഞാൽ പറിക്കാനായിട്ട് പല പല സ്റ്റെപ്പിലാ ഇത് പഴുത്ത് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കൈ എത്തിച്ച് പൊട്ടിക്കാവുന്ന ദൂരത്തിലാക്കി നമ്മൾ നിർത്തിയാലാ നമുക്കിത് പൊട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കഴിയുന്നതും മൾബറിയുടെ ഇലകളെല്ലാം നമ്മ കളഞ്ഞ് നിർത്താൻ, നന്നായിട്ട് കായ്ക്കാനായിട്ട്. പിന്നെ നമ്മ വർഷത്തില് ഒരു 3 പ്രാവശ്യം നമ്മ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക, വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുക. വേറെ ഒരു കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഉള്ള ഫ്രൂട്ടല്ല മൾബറി കേട്ടാ. കീടങ്ങളുടെ യാതൊരു ശല്യങ്ങളും ഉണ്ടാകൂല. നമുക്ക് ഇലകളൊക്കെ നമുക്ക് എളുപ്പം ഇലകളൊക്കെ നമുക്ക് തോരൻ വെക്കാനൊക്കെ എടുക്കാം. അപ്പൊ എല്ലാവരും മൾബറിയുടെ തൈകളൊക്കെ നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. എല്ലാവരും വീട്ടിലൊരു മൾബറി തൈയെങ്കിലും വെച്ച് പിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.